സർ, ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇതൊരു നല്ല വാർത്തയല്ലേ ശരിക്കും? ട്രെയിൻ സർവീസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നമുണ്ട്. ചരക്ക് വണ്ടിയാണ് ആണല്ലേ? ചരക്ക് വണ്ടികളെ എന്തായാലും ഓടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശം, ലക്ഷ്യം അതാണ്. അപ്പം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ അട്ടിമറി അല്ലേ? അതെ. ജിയോ പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാകും. അതെ, ഒരു രാഷ്ട്രീയ അട്ടിമറിയാണ് അല്ലേ? അതെ. പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ആദ്യത്തെ ചരക്ക് വണ്ടി ഓടി. അമേരിക്കയുടെ ഉപരോധം ഉണ്ടല്ലോ രണ്ട് രാജ്യത്തിനും, ഇറാനും ഉണ്ട് ചൈനയ്ക്കും ഉണ്ട്. അപ്പോൾ ഉപരോധങ്ങളിൽപ്പെട്ട രണ്ട് രാജ്യങ്ങൾ പരസ്പരം കച്ചവടം ചെയ്ത് നന്നാകാനും അമേരിക്കയെ പറ്റിക്കാനും ഉള്ള ചരക്ക് ഗതാഗതമാണ് ഈ തുടങ്ങിയിരിക്കുന്നത്. എണ്ണ, ഇറാനിൽ നിന്ന് എണ്ണ, ധാരാളം എണ്ണ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. നമ്മളെപ്പോലെ തന്നെ, നമ്മളെക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റേ സൗദി, കുവൈറ്റ്, ജോർദാൻ തുടങ്ങി അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന കുറേ രാജ്യങ്ങളുണ്ടല്ലോ. അതെ. അവിടെ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ എണ്ണ കിട്ടാതായാൽ എന്ത് ചെയ്യും എന്നൊരാലോചന ഈ ചരക്ക് വണ്ടിയുടെ പിന്നിലുണ്ട് ചൈനയ്ക്ക്. ചൈനയെ അമേരിക്ക എല്ലാ വിധേനയും ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമല്ലോ ഇനിയുള്ള കാലങ്ങളിൽ. അപ്പോൾ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക, രണ്ട് രാജ്യങ്ങളും തമ്മിൽ കച്ചവടം കൂട്ടുക, ഇറാൻ ഇടത്താവളമായിക്കൊണ്ട് യൂറോപ്പിലേക്ക് കച്ചവടം കടന്നു കയറുക, ഇതൊക്കെയാണ് ഉദ്ദേശം. കാരണം തീവണ്ടി ഇവിടം കൊണ്ട് നിലക്കണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ചൈനയും ഇറാനും തമ്മിൽ 2021 ഇതിനുള്ള കരാർ ആയിരുന്നു, ഈ ട്രെയിനുള്ള. അതായത് ഈ റെയിൽ ലൈനിന് ചെലവാക്കിയിരിക്കുന്നത് $400 ബില്യൺ, 34 ലക്ഷം കോടി രൂപ വരും ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചെങ്കടൽ ഇപ്പോൾ അമേരിക്കൻ നേവിയെ കുടുക്കിയിട്ടിരിക്കുകയാണല്ലോ ഹൂത്തികളുടെ ആക്രമണം. അവിടെ വിമാനവാഹിനി ഒരെണ്ണം ഉണ്ട് അവിടെ അല്ലേ, ഹാരിയസ് ട്രൂമാൻ എന്ന് പറഞ്ഞിട്ടൊരു വിമാനവാഹിനി ഉണ്ട്. അതിൽ നിന്ന് 2 വിമാനങ്ങൾ, ഒരുപാട് വിലയുള്ള വിമാനങ്ങൾ അപകടം പറ്റിയതായിട്ട് വാർത്ത വന്നിരുന്നു. ഹൂത്തികളുടെ ആക്രമണം ചെങ്കടലിൽ നടക്കുന്നുണ്ട്. അത് ഇസ്രയേൽ കപ്പലുകൾക്കെതിരെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കെതിരെയും ആ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചരക്ക് ഗതാഗതം, ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം വളരെ പ്രശ്നത്തിലാണ്. ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിനെതിരെ ഹൂത്തികളുടെ ഉപരോധമുണ്ട്. ഹൂത്തികളുടെ കഴിഞ്ഞ ആഴ്ചയാണ് മുന്നറിയിപ്പ് വന്നത്. അത് ഹൈഫ തുറമുഖത്തിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും സൂക്ഷിക്കണം, എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കണം, ഞങ്ങൾ ആ തുറമുഖത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് കപ്പൽ അയക്കരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇസ്രയേലിൻ്റെ ഹൈഫ തുറമുഖത്തിനെതിരെ ഒരു ഉപരോധം ഹൂത്തികളുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ എണ്ണ ഇനി വളരെ വേഗം ആ കടൽ വഴിയൊന്നും അല്ലാതെ എളുപ്പം ചൈനയിലെത്തും. ചൈനയ്ക്ക് ഇനി മലാക്ക കടലിടുക്ക് ഉപയോഗിക്കുകയേ വേണ്ട ഈ എണ്ണ എത്താൻ വേണ്ടി. എണ്ണ ടാങ്കറുകൾ അതുവഴി പോകേണ്ട കാര്യമില്ല. അമേരിക്കയുടെ സാന്നിധ്യം ഒട്ട് ഈ റെയിൽ ലൈനിൽ ഇല്ലല്ലോ. ഇല്ല, കടലിലാണെങ്കിലല്ലേ ആ പേടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ചൈനയുടെ പാദമുദ്ര പതിയുന്നു. കാരണം വേറെയും രാജ്യങ്ങൾ ഒക്കെ ഇതിലിടപെടുമല്ലോ. ഇറാൻ്റെ ഏപ്രിൽ തുറമുഖത്ത് എത്തിയിട്ട് ടെഹ്റാൻ അടുത്തുള്ള എവ്രിൽ എന്ന് പറഞ്ഞ തുറമുഖത്താണ് ഈ തീവണ്ടി എത്തുന്നത്. ചൈനയിൽ നിന്നുള്ള തീവണ്ടി ഇറാൻ്റെ അത് ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് എവ്രിൽ. അവിടെ എത്തി ടെഹ്റാൻ അടുത്താണ് ആ തുറമുഖം.
സിയാനിൽ നിന്ന്, ചൈനയിലെ സിയാനിൽ നിന്നാണ് തീവണ്ടി ഓടി ഈ തുറമുഖത്തെത്തുന്നത്. അപ്പൊ തുറമുഖം ആവുമ്പോൾ ചരക്ക് അവിടെ ഇറക്കാമല്ലോ. പിന്നെ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം. കടൽ വഴിയാണെങ്കിൽ 30 മുതൽ 40 ദിവസം വരെ എടുക്കും. തീവണ്ടിയിൽ 15 ദിവസമേ വേണ്ടൂ സിയാനിൽ നിന്ന് ഏപ്രിൽ തുറമുഖത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ ആ വഴിയും റെയിൽ ലൈൻ ഉണ്ട് ഇറാനിൽ എത്താൻ വേണ്ടി, 2 മുസ്ലിം രാജ്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ യൂറോപ്പിലേക്ക് ചൈനയിൽ നിന്നുള്ളത് ചരക്ക് അയക്കാം. തിരിച്ചും യാത്രയുണ്ടല്ലോ സിയാനിലേക്ക്, ഈ തുറമുഖത്ത് നിന്ന് ഇറാനിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും യാത്രയുണ്ട് എണ്ണയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇറാനിലേക്ക്. ഇറാന് ചൈന യൂറോപ്പ് റെയിൽ ഇടനാഴി വരാൻ പോകുന്നു എന്ന്. ചൈന യൂറോപ്പ് റെയിൽ കോറിഡോർ അതിൻ്റെ ആദ്യഘട്ടമാണിത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അമേരിക്കയുമായിട്ട് അടഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. മെയ് 12-ാം തീയതി ടെഹ്റാനിൽ ഇത് എത്തി. ഇറാൻ, കസാക്കിസ്ഥാൻ, ചൈന, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തുർക്കി റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം ഈ മെയ് 12-ാം തീയതി ചേർന്നു. 6 രാജ്യങ്ങൾ യൂറോപ്പുമായി ബന്ധപ്പെടുന്നുണ്ട്. അതായത് ഇറാൻ, കസാക്കിസ്ഥാൻ, ചൈന, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തുർക്കി റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം മെയ് 12-ാം തീയതി ടെഹ്റാനിൽ ചേർന്നു. അപ്പം ഇത്രയും രാജ്യങ്ങൾ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ട്. തുർക്കിയും ഉണ്ട്. തുർക്കിയുമുണ്ട് ഈ പരിപാടികളിൽ. കടലിനേക്കാൾ സുരക്ഷിതമാണിത്. കാരണം ഹൂത്തികളുടെ ആക്രമണമൊന്നും അഭിമുഖീകരിക്കണ്ടല്ലോ. കപ്പലിൻ്റെ ചെലവ് ഇപ്പം മറ്റേ ആഫ്രിക്കയെ ചുറ്റിപ്പോണമല്ലോ, ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ കപ്പലിൻ്റെ ചെലവ്, ഇൻഷുറൻസ് തുക ഇതൊക്കെ കൂടുന്നുണ്ടല്ലോ ഹൂത്തികളുടെ ആക്രമണം കാരണം. അങ്ങനത്തെ പൊല്ലാപ്പുകളില്ല. നവംബർ 2023 നവംബറിലാണ് ഹൂത്തികളുടെ ആക്രമണം തുടങ്ങിയത്. ചെങ്കടലിൽ 200 ആക്രമണങ്ങൾ ഇതുവരെ ഹൂത്തികളുടേത് നടന്നിട്ടുണ്ട് കപ്പലുകൾക്കെതിരെ. 30 കപ്പലുകൾ മുക്കിയിട്ടുണ്ട് ഹൂത്തികൾ. 10 എണ്ണ ടാങ്കറുകൾ ചെങ്കടലിൽ, ഏഡൻ ഉൾക്കടലിൽ, ഇന്ത്യ സമുദ്രത്തിൽ 10 എണ്ണ ടാങ്കറുകളും മുക്കിയിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ആക്രമണം 2023 ഒക്ടോബർ മുതൽ നടത്തുന്നുണ്ട്. 70% ചരക്കും, സത്യത്തിൽ ആഗോള കച്ചവടത്തിൻ്റെ 70% ചരക്കും ചെങ്കടൽ വഴിയാണ് പോകുന്നത്. ഈ കപ്പൽ വഴി. അതിലാണ് ഇപ്പോൾ തടസ്സം നേരിട്ടത്. അപ്പോൾ ചൈനയും ഇറാനും അതിൽ നിന്ന് കുടഞ്ഞു മാറുകയാണ്. അപ്പോൾ ഈ ഇറാൻ ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നാണ് ഉള്ളത്. അതാണ് ഗൾഫിനെ ഈ ഒമാൻ കടലിടുക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഗൾഫുമായിട്ടും ബന്ധം വരുന്നു. അവിടെ നിന്ന് അറബിക്കടൽ, അങ്ങനെയാണ് ബന്ധം. അമേരിക്ക UAE മുകളിലും സൗദി അറേബ്യയുടെ മുകളിലും ഒക്കെ സമ്മർദ്ദം ചെലുത്താം ചൈനയ്ക്ക് എണ്ണ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാം. അതാണ് ഈ ട്രെയിൻ വഴി ചരക്ക് പോകുന്നതിൻ്റെ ഒരു ഗുണം. ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബാധിക്കുമോ? കാരണം ഇറാനിലെ ചാബഹാർ തുറമുഖം ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിഴക്കൻ ഇന്ത്യക്ക് ഇറാനിലേക്ക് ഒരു തീവണ്ടി പരിപാടി ഉണ്ട്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണിത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കിഴക്കൻ നഗരമായ സഹേദാനിൽ നിന്ന് ചാബഹാറിലേക്കൊരു റെയിൽ പാത, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടാണല്ലോ ചാബഹാർ തുറമുഖം പ്രധാനമായിട്ടും, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കച്ചവടത്തിന്. അഫ്ഗാനിസ്ഥാന് ചുറ്റും കടലില്ല, ഇല്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാന് ചരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സഹേദാനിൽ നിന്ന് ചാബഹാറിലേക്കൊരു തീവണ്ടിപ്പാത ഇടാനായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് അഫ്ഗാനിസ്ഥാന് ഗുണം ചെയ്യും. അത് നടക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 2026 ആദ്യം ആ റെയിൽപാത ഉദ്ഘാടനം ചെയ്യുന്നുള്ളതാണ് അവസ്ഥ. 700 കിലോമീറ്റർ റെയിൽപാത നമ്മൾ
ഇറാൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യയുടെ റെയിൽപാതയും ഇറാനിൽ നടക്കുന്നുണ്ട്. ചൈനയ്ക്ക് ചാബഹാറിനെ ഗ്വാദറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നുണ്ട്. ഗ്വാദർ ഗ്വാദർ എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലെ തുറമുഖമാണ്. അത് ഇറാനിലെ ഇതുമായിട്ട് ബന്ധിപ്പിക്കണം. ചാബഹാറിനെ, അതായത് ഗ്വാദർ ഇപ്പം ചൈനയാണല്ലോ മൊത്തം ഗ്വാദർ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ PRI ഉണ്ടല്ലോ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അപ്പൊ ചാബഹാറിനെ ഗ്വാദറുമായിട്ട് ബന്ധിപ്പിക്കണം. ചാബഹാർ എന്ന് പറഞ്ഞ നഗരം, ആ നഗരത്തിനെ ഗ്വാദറുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് ചൈന ആഗ്രഹിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ റിംഗ് സാക്ഷാത്കരിക്കപ്പെടും. ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, തുർക്കി. ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, തുർക്കി, അങ്ങനത്തെ അച്ചുതണ്ട് രൂപപ്പെടും. അത് രൂപപ്പെടും, പൂർണ്ണമാവും. അതാണ് ഗോൾഡൻ റിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇറാൻ, സെൻട്രൽ ഏഷ്യ, കാസ്പിയൻ കടല്, മെഡിറ്ററേനിയൻ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി വരുന്നു. അതായത് ചൈന, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, തുർക്കി. റഷ്യയുടെ മറ്റേ S-400 തുർക്കിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അവര് തമ്മിലൊക്കെ നല്ല ബന്ധമാണ്. അപ്പൊ ഇങ്ങനെ ലോകത്ത് ജിയോ പൊളിറ്റിക്സ്, ഭൗമരാഷ്ട്രീയം വലിയ ചേഞ്ചസ് അത് വലിയ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് അതായത് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ഈ ആഴ്ച തീവണ്ടി ഓടിത്തുടങ്ങിയത് ലോക ഭൂപടത്തിൽ വലിയ മാറ്റം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.